നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓരോ ആവശ്യത്തിനും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഫോണിൽ നിന്ന് ഒഴിവാക്കാണ്ട് അവിടെ തന്നെ വെക്കും. എന്നാൽ ചിലത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും. ചില ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമുക്കത് വേണം. അതിൻ്റെ പേര് ഓർമ്മയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇല്ല. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളിങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് നോക്കുന്നത്. വേറൊരു കാര്യമുള്ള, ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ സേവായി നിൽക്കുന്നുണ്ട്. നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലുള്ള 15 GB സ്റ്റോറേജിൽ ഇതും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഫ്രീ ആക്കണം. അതെവിടെയുള്ളത്, എന്താ സംഭവിച്ചത്, ഇതൊക്കെ ഒന്ന് നോക്കുക. നമുക്കാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓവർവ്യൂ എന്നുണ്ടാവും. അതിൻ്റെ താഴെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അതെല്ലാം നടന്നോട്ടെ, നമ്മളിപ്പോൾ അത് നോക്കണ്ട. അതിൻ്റെ ഇങ്ങോട്ട് മാനേജ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. മാനേജ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിൽ ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷനൊക്കെ ഇവിടുന്ന് കാണാം. നമുക്ക് അതൊക്കെ ഓരോന്നും എത്ര MB ഉണ്ട്, എത്ര MB കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ മേലെ ഇൻസ്റ്റാൾഡ് എന്നുണ്ട്. ഈ ഇൻസ്റ്റാൾഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ 2 സംഭവങ്ങൾ വരും. അതിൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നതൊക്കെ നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളാണ്. ഇതൊക്കെ പ്ലേ സ്റ്റോറിലൂടെ സേവായി നിൽക്കുന്നുണ്ട്. ഇതിൽ കണ്ടമാനുണ്ട് കേട്ടോ. ഞാൻ ഓരോ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതും ഇതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. നിങ്ങളെ ഫോണിൽ ഇത്ര ഒന്നും കാണുകയില്ല. നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് എത്ര ഉണ്ടോ അത് ഇവിടെ കാണും. ഇത് നമുക്കെങ്ങനെ ഒഴിവാക്കുക? അത് മാത്രമല്ല, പ്ലേ സ്റ്റോറിൻ്റെ ഹിസ്റ്ററിയിൽ ഇതൊരു ഡാറ്റയായിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്ലേ സ്റ്റോർ ഗൂഗിളിൻ്റെതായത് കൊണ്ടും ഗൂഗിളിൻ്റെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന 15 GB മെമ്മറിയിലേക്ക് ഈ ഡാറ്റയും കൂടി പോകുന്നത് കൊണ്ട് നമുക്ക് ഇതങ്ങ് ക്ലിയർ ചെയ്തല്ലേ ഇവിടുന്ന്. ഇത് നമുക്കിവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മേലെ ഡിലേറ്റ് ബട്ടൺ ഉണ്ട്. ആ ഡിലേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ എന്താ എഴുതി? റിമൂവ്ഡ് ആപ്സ് വുഡൻറ്റ് അപ്പിയർ ഹിയർ ബട്ട് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് അഗെയിൻ ഫ്രം ദി പ്ലേ സ്റ്റോർ. അതായത് നമ്മളിങ്ങനെ റിമൂവ് ചെയ്താൽ പിന്നെ അതുകൂടെ കാണുകയില്ല. വേണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഇവിടെ റിമൂവ് കൊടുക്കുക. അതവിടെ നിന്ന് പോയി. അപ്പം പ്ലേ സ്റ്റോറിൽ നമുക്ക് അത്രയും ഡാറ്റയും ഫ്രീ ആയി കിട്ടി, നമ്മളെ ഫോണിൽ നിന്ന് അത് പോവുകയും ചെയ്തു. ഇനി വേറൊരു കാര്യം, നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പേര് ഓർമ്മയില്ല, ലിങ്ക് ഇല്ല. വീണ്ടും അത് ആവശ്യം വന്നാൽ ഏതായാലും ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കണ്ടാലും നമുക്ക് ഓർമ്മ വരുമല്ലോ, പേര് കണ്ടാലും. ഇവിടെ എങ്ങനെ നോക്കിയാൽ അവിടെ ഉണ്ടാവും ഏതായാലും ഒന്ന്. ഒക്കെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏത് Gmail ID വെച്ചാണോ ആ മെയിൽ IDയിലാണ് ഉണ്ടാകുക. ആ മെയിൽ ID സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി നമ്മളെ ഫോണിൽ ഒന്നിലധികം മെയിൽ IDകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് മെയിൽ IDയിലാണുള്ളതെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുക്കുക. പാവം നമുക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.